അസ്സലാമലൈക്കും മക്കളെ, സുഖന്നല്ലേ എല്ലാവർക്കും. നമുക്കിപ്പോൾ കടയിൽ നിന്ന് കഴിക്കും പോലെ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കും പോലെ അടിപൊളി ഒരു ഉഴുന്ന് വട ഉണ്ടാക്കാം. അതിന് ഞാനിതാ 1/2 കിലോ ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് ഊറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ചായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് അരച്ചിട്ട് എടുക്കാം. നല്ല ഇതിന് വെള്ളം കളയണം. നല്ല അരിപ്പിയിൽ നല്ല ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്തതാണ്. കടയിൽ നിന്ന് കിട്ടും പോലെ തന്നെ നമുക്ക് തട്ടുകടയിൽ നിന്നും കിട്ടും പോലെ തന്നെ നമുക്കൊന്ന് ചുട്ടു നോക്കാം. നമ്മുടെ ഉഴുന്ന് അങ്ങനെ അരച്ച് എടുത്ത് നമുക്കിത് കോരി നോക്കാം. കുറച്ചായിട്ട് അരക്കണം. ഇത് കുറച്ചായിട്ട് അരക്കണം. അല്ല ഒന്നിച്ചിട്ടിട്ട് അരക്കാൻ പറ്റൂല. അരച്ചതിന് ശേഷം കാട്ടി ഈ ഉഴുന്ന് അരച്ചതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് പുട്ടിൻ്റെ അരി പൊടിച്ച പൊടി ഞാൻ ഇടുന്നുണ്ട്. വറുത്ത പൊടിയാണ്. അതിലേക്ക് ഞാൻ പിന്നെ 2 നീരുള്ളി മുറിച്ചത്, ഒരു 2 പച്ചമുളക് മുറിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത്, പിന്നെ മല്ലിയില, കറിവേപ്പ്, ഇതെല്ലാം കൂടി ഉപ്പിടണത്രേ. ഇതെല്ലാം കൂടി ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നന്നായി ഒന്നിത് ഇളക്കണം. നല്ല അടിപൊളി നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കും പോലെ തന്നെ ഇല്ലേ, നല്ല ഉഴുന്ന് വട, ചട്നിയും ഉഴുന്ന് വടയും കഴിക്കാം. ഉഴുന്ന് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എണ്ണ ഒഴിക്കുന്നു. പിന്നെ എണ്ണ നന്നായി ഒന്ന് കായട്ട് ഉഴുന്ന് വട ഇതാ ഞാൻ ഇടുന്നു. ഓരോന്നായിട്ടിടാ. അടിപൊളി നമ്മളെ ഉഴുന്ന് വട റെഡിയായി. നല്ല സൂപ്പർ ഉഴുന്ന് വട റെഡിയായി. ഇനി നമുക്ക് വടൻ്റെ ചട്നി ആക്കാം. ഉഴുന്ന് അരച്ച് വെച്ച് ഇനി നമുക്ക് ചട്നിയിലേക്ക് കിടക്കാം. അടിപൊളി ഒരു ചട്നി ആക്കാം. തേങ്ങ, 1 മുറി തേങ്ങയിട്ട്, 2 പച്ചമുളക്, ഒരു 6 എണ്ണം ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, അതെല്ലാം കൂടി ഉപ്പിട്ട് ഇനി നന്നായി നമുക്ക് അരക്കാം. ചട്നിയിൽ ഇതാ അടിപൊളി അരച്ച് ഇനി നമുക്ക് കരിയാമ്പും കടുവും കാച്ചാം. നമുക്ക് ചട്നി ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കാൻ, കരിയാമ്പും കടുവും പൊട്ടിക്കാൻ എണ്ണ ഒഴിക്കാം. എണ്ണ കാഞ്ഞു. അതിലേക്ക് കുറച്ച് കടുവിട്ട് അതിലേക്ക് കരിയാമ്പിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം കൂടി അരച്ചത് ഒഴിച്ചു നന്നായി ഇത് കുറുക്കി. മക്കളെ, നമ്മളിതാ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ അടിപൊളി വട, ഇതാ നല്ല സ്പോഞ്ച് പോലത്തെ വട, പിന്നെ അടിപൊളി ചട്നിയും വടയും കട്ടൻ ചായയും അടിപൊളി. എല്ലാവർക്കും ചുട്ടു നോക്കണം. ഇത് എളുപ്പ കാര്യമാണ്. മക്കളെ, എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമലൈക്കും.